السلام عليكم ورحمة الله وبركاته. الحمد لله جل وعلا خلق الأرض والسماوات العلا. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدًا عبده ورسوله. صلى الله وسلم على سيدنا محمد المكمل جلالا وجمالا، وعلى آله وأصحابه الذين بذلوا لله نفوسا وأموالا. أما بعد، സദസ്സിലും പരിസരങ്ങളിലും സമ്മേളിച്ച മഹത്തുക്കളായ നേതാക്കളെ, ദാറുൽ ഹുദയുടെ തിരുമുറ്റത്ത് യാത്ര തന്നെയാണ് ദാറുൽ ഹുദ നടത്തിയത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇബ്രാഹീമിന്റെ 24-25 സൂക്തങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിശുദ്ധമായ കലിമത്തു തൗഹീദിനെ അല്ലാഹു തആല ഏറ്റവും നല്ല ഒരു ഉപമയിലൂടെ വിശദീകരിക്കുന്നത് കാണാം. അലം തറ കൈഫ ലറബല്ലാഹു മസല കലിമത്തൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ. ഭൂമിയുടെ ആഴങ്ങളിൽ വേരുകൾ ഉറപ്പിച്ചു നിൽക്കുന്ന, അന്തരീക്ഷത്തിന്റെ അനന്തതയിലേക്ക് ചില്ലകളും ശാഖകളും ശിഖിരങ്ങളും വ്യാപിപ്പിച്ചു നിൽക്കുന്ന, കാലാവസ്ഥാഭേദമില്ലാതെ ഏതു സീസണിലും മധുരമൂറുന്ന പഴങ്ങൾ സമ്മാനിച്ച് ജനമനസ്സുകളിൽ ആനന്ദം പകർന്നുകൊടുക്കുന്ന ഒരു മഹാവൃക്ഷത്തോടാണ് കലിമത്തു തൗഹീദിനെ അല്ലാഹു തആല ഉപമിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ദാറുൽ ഹുദക്കും ഏറെ ചേരുന്ന ഒരു ഉപമയാണ് അല്ലാഹുവിൻ്റെ സൂറത്തു ഇബ്രാഹീമിലെ ഈ ഉപമ. കാരണം നിസ്സാരമായ 40 വർഷങ്ങൾ കൊണ്ട് തന്നെ ജനഹൃദയങ്ങളിൽ ആഴത്തിൽ സ്വാധീനം ചെലുത്തുവാനും ഇസ്ലാമികമായ നറുവിജ്ഞാനത്തിന്റെ വെളിച്ചം, ഇൽമിന്റെ പ്രഭയും പ്രകാശവും ലോകത്തിന്റെ നാനാഭാഗത്തും പരത്തുവാനും ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്കറിയാം. ഒരു കാലമുണ്ടായിരുന്നു, പള്ളി ദർസുകളിൽ മഹാന്മാരായ ഉസ്താദുമാരുടെ അരികിൽ ചെന്നിരുന്ന് തഫ്സീറും താരീഖും ഹദീസും ഫിഖ്ഹും മന്തിഖും മആനിയുമെല്ലാം വളരെ മനോഹരമായി 10-15 കൊല്ലമെടുത്ത് പഠിച്ചാലും ഒരു സനദെടുക്കണമെങ്കിൽ തമിഴ്നാട്ടിലേക്കോ ഉത്തർപ്രദേശിലേക്കോ പോകേണ്ടി വന്നിരുന്ന ഒരു കാലം. സനദെടുക്കണമെന്ന മോഹവുമായി, സനദ് എന്നൊരു സ്വപ്നവുമായി വെല്ലൂർ ബാഖിയാത്തുസ് സ്വാലിഹാത്തിലേക്കോ ദൈവബന്ദ് ദാറുൽ ഉലൂമിലേക്കോ ഓരോ വർഷവും നമ്മുടെ നാടുകളിൽ നിന്ന് യാത്ര തിരിക്കുന്ന നൂറുകണക്കായ മുത്തഅല്ലിമീങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ആഗതരായ എല്ലാവരെയും താമസിപ്പിച്ചു പഠിപ്പിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടോ പ്രവേശന പരീക്ഷകൾ പാസ്സാവാൻ കഴിയാത്തതുകൊണ്ടോ നിരാശയോടുകൂടെ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് കാലം മാറി, കഥയും മാറി.
കേരളത്തിലെ യുവ പണ്ഡിതന്മാരെ പോലെ തന്നെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യത്ത് മൂല്യമുള്ള ഒരു സനതെടുക്കണമെന്ന് മോഹിക്കുന്ന പണ്ഡിതന്മാർ കേരളത്തിലേക്ക്, മലപ്പുറം ജില്ലയിലേക്ക്, ചമ്മാടേക്ക്, ദാറുൽ ഹുദയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ള സ്ഥിതിവിശേഷമാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിമാന സ്ഥാപനമായി ഇന്ന് ദാറുൽ ഹുദ മാറിക്കഴിഞ്ഞു. നമുക്കറിയാം, പേരു കേൾക്കുമ്പോൾ കേരളം പോലെ ചെറുതെന്ന് തോന്നിയേക്കാം. പക്ഷേ കർമ്മം കൊണ്ട് ലോകത്തോളം തന്നെ വളർന്നു വികസിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മതപരമായ വിദ്യാഭ്യാസത്തിന് ഒരു കോട്ടവും തട്ടാതെ, ആത്മീയമായ അറിവിനും അനുഭവങ്ങൾക്കും ഒരു പോറലും സംഭവിക്കാതെ ഭൗതികമായ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ ആവുന്നത് ചെയ്യണമെന്ന് സംഘടനയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഒന്നായി ഉൾപ്പെടുത്തിയ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ആ സമസ്തയുടെ അഭിമാന സ്ഥാപനമായി ദാറുൽ ഹുദ ജനമനസ്സുകളിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ അഗ്നിജ്വാലകൾ ഉയർന്നു പൊങ്ങിയ 20-ാം നൂറ്റാണ്ടിന്റെ ആദിപാദത്തിൽ ലോകം നോബൽ സമ്മാനം നൽകി ആദരിച്ച മഹാകവി ടാഗോർ പറയുന്ന അർത്ഥവത്തായ ഒരു വാക്കുണ്ട്: ഈ രാജ്യം എപ്പോഴാണ് പരിപൂർണമായും സ്വാതന്ത്ര്യം നേടിയെന്ന് നമുക്ക് ആശ്വസിക്കാൻ സാധിക്കുക? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയതുകൊണ്ട് ഇന്ത്യക്കാരായ നാം തന്നെ ഈ നാട് ഭരിക്കുന്ന അവസ്ഥ സംജാതമായതുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പൂർണ്ണമാകുന്നില്ല. Where the mind is without fear, the head is held high. Where the knowledge is free for all, into that heaven of freedom, my father, let my country awake. ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരും ഭയാശങ്കകളില്ലാത്ത മനസ്സോടെ, അഭിമാനപൂർവം ഉയർത്തിപ്പിടിച്ച ശിരസ്സോടെ നടക്കാൻ കഴിയുന്നതെന്നാണോ ഈ രാജ്യത്തെ മുഴുവൻ കുഞ്ഞുങ്ങളുടെയും ഹൃദയങ്ങളിലേക്ക് വിജ്ഞാനത്തിന്റെ വെളിച്ചം കൊളുത്തിവെക്കപ്പെടാൻ കഴിയുന്നത്? അന്നു മാത്രമേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അർത്ഥപൂർണമാവൂ എന്ന് ടാഗോർ പറഞ്ഞു വെക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ദാറുൽ ഹുദ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സേവനങ്ങളിലൊന്ന്, ഇന്ത്യയുടെ ഓണം കേറാ മൂലകളിലും ആരും കാണാ ഗ്രാമങ്ങളിലും കടന്നു ചെന്ന് ബാല്യ കൗമാര യൗവനങ്ങളുടെ ഹൃദയത്തിലേക്ക് നറുവിജ്ഞാനത്തിന്റെ പ്രഭ പരത്തുകയാണ് എന്നോർക്കുമ്പോൾ, സ്വാതന്ത്ര്യം നേടിയിട്ടിപ്പോൾ 78 വർഷമായി. ഇൻഷാ അല്ലാഹ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ 100 വർഷം തികക്കുമ്പോൾ നിഷ്പക്ഷമതിയായ സത്യസന്ധനായ ഒരു ചരിത്രകാരൻ വന്ന് ഈ രാജ്യത്തിന്റെ ഉയർച്ചയിലും വളർച്ചയിലും നിർണായകമായ പങ്കുവഹിച്ച വിദ്യാപീഠങ്ങളുടെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു പട്ടിക പുറത്തുവിടാൻ തയ്യാറായാൽ രാജ്യത്തിന്റെ ഗതി നിർണയിച്ച വിദ്യാപീഠങ്ങളുടെ കൂട്ടത്തിൽ ദാറുൽ ഹുദ എന്ന മനോഹരമായ നാമം നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, ആഗോള തലത്തിലേക്ക് നമ്മൾ കണ്ണോടിച്ചു നോക്കിയാൽ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മുസ്ലിം ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? തീർച്ചയായും അത് പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ, ഏറ്റവും വലിയ ശുഭാപ്തി വിശ്വാസത്തിന്റെ സന്ദേശമാണ്. കാരണം കഴിഞ്ഞ 2-3 നൂറ്റാണ്ടുകൾ കൊണ്ട് മുസ്ലിം ലോകത്തിനുണ്ടായ നഷ്ടങ്ങൾ, യൂറോപ്യൻ കോളനിവൽക്കരണം കൊണ്ട്, പാശ്ചാത്യൻ അധിനിവേശം കൊണ്ട് മുസ്ലിം ഉമ്മത്തിനുണ്ടായ നഷ്ടം ചില്ലറയല്ല, അതൊരിക്കലും നിസ്സാരമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഉഗ്രപ്രതാപത്തോടുകൂടെ നൂറ്റാണ്ടുകളോളമായി നിലനിന്നു പോരുന്ന വലിയ ഒരു ഭരണകൂട സംവിധാനം തച്ചു തകർത്ത് തരിപ്പണമാക്കപ്പെട്ടു. നിരപരാധികളായ മില്യൺ കണക്കിന് മനുഷ്യരെ
ജീവൻ ഹനിക്കപ്പെട്ടു. എന്നാൽ ഭരണകൂടങ്ങളുടെ തകർച്ചയേക്കാൾ, ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവഹാനിയേക്കാൾ മുസ്ലിം ഉമ്മത്തിനെ നൊമ്പരപ്പെടുത്തിയത്, അവരുടെ ഹൃദയത്തെ നുറുക്കിക്കളഞ്ഞത് എത്രയോ നൂറ്റാണ്ടുകളായി വൈജ്ഞാനിക മേഖലയിൽ ഈ ഉമ്മത്തിനുണ്ടായിരുന്ന മേധാവിത്വം നഷ്ടപ്പെട്ടു പോയതാണ്. അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ, ഹുകൂമത്ത് കാ തോ ക്യാ റോന കെ വോ ഇക് ആരിസി ഷേതി, ഭരണകൂടങ്ങളുടെ തകർച്ചയല്ല നമ്മെ നൊമ്പരപ്പെടുത്തുന്നത്, മഗറുവേ വോ ഇൽമ കെ മൂത്തി കിതാബേ അപ്പിനെ ആബാക്കി ജോ ദേഖേ ഉൻകോ യൂറബ് മേ തോ ദിൽ ഹോതാ ഹെ സീപാറ. അറിവിന്റെ അക്ഷയഖനികൾ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോവുകയോ കൊള്ളയടിക്കപ്പെടുകയോ ചെയ്തതാണ് ഈ ഉമ്മത്തിനെ ഏറ്റവും കൂടുതൽ നൊമ്പരപ്പെടുത്തിയ കാര്യം. നമുക്കറിയാം, 1983 ഡിസംബർ 26-ാം തീയതി ഈ മാനിപ്പാടത്ത് മണ്ണിട്ട് മൂടിയ പുതിയ ഒരു നിലത്തിൽ ദാറുൽ ഹുദ എന്ന സ്വപ്നത്തിന് ശിലയിട്ട സാത്വിക ശ്രേഷ്ഠരായ ശൈഖുനൽ മർഹൂം കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദ മഹാനവറുകളുടെ ജീവിതത്തിലെ അത്ഭുതകരമായ ഒരു സംഭവമുണ്ട്. ഉമ്മത്തൂർ അറബിക് കോളേജിൽ അവിടുന്ന് സേവനം ചെയ്യുന്ന കാലത്ത് മലബാറിലെ പ്രശസ്തനായ ഒരു പത്രപ്രവർത്തകൻ ബഹുമാനപ്പെട്ടവരെ കാണുന്നതിനു വേണ്ടി അവിടെ എത്തിച്ചേർന്നു. ദാറുൽ ഹുദായുടെ സഹസ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രഥമമായ ഇസ്ലാഹുൽ ഉലൂം അറബിക് കോളേജ് സ്ഥിതി ചെയ്യുന്ന താനൂർ സ്വദേശിയാണ് പ്രശസ്തനായ ആ മാധ്യമ പ്രവർത്തകൻ. നിങ്ങൾക്കറിയാം, CK താനൂർ. അദ്ദേഹമാണ് കണ്ണിയത്ത് ഉസ്താദിനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ റൂമിലേക്ക് എത്തുന്നത്. കണ്ണിയത്ത് ഉസ്താദിനൊരു സ്വഭാവമുണ്ട്, കപടമായ കുശലാന്വേഷണങ്ങളില്ല, ഔപചാരികതയുടെ പേരിലുള്ള പരിചയപ്പെടലുകളല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഒരു മനുഷ്യൻ മുന്നിലെത്തുമ്പോൾ വളരെ സൗമ്യതയോടെ, ആത്മാർത്ഥതയോടെ, ആഗതന്റെ പേരെന്താണ്, വന്നയാളുടെ പിതാവിന്റെ പേര്, വീട്ടുപേര്, അദ്ദേഹത്തിന്റെ ദേശം, അദ്ദേഹത്തിന്റെ ജോലി എല്ലാം വളരെ വിശദമായി, വ്യക്തമായി, കൃത്യമായി കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചറിയും. CK താനൂര് വന്നപ്പോൾ പതിവ് പോലെ സ്വതസിദ്ധമായ ശൈലിയിൽ ഇതേ ചോദ്യങ്ങളൊക്കെ ആവർത്തിച്ചു. പേര് പറഞ്ഞു, പിതാവിന്റെ പേര് പറഞ്ഞു, നാട് പറഞ്ഞു, അവസാനം ജോലി പറഞ്ഞപ്പോൾ ഒരു പത്രത്തിന്റെ സബ് എഡിറ്ററാണ് എന്നാണ് വിശേഷമായി പങ്കുവച്ചത്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അറിവിന്റെ അലകടലായ, വിജ്ഞാനത്തിന്റെ ശാന്ത സമുദ്രമായ, ആത്മീയതയുടെ ഉത്തുംഗതകളിൽ വിരാജിച്ച, ജീവിത വിശുദ്ധി കൊണ്ട് എക്കാലത്തും നമ്മെ വിസ്മയിപ്പിച്ച മഹാനായ കണ്ണിയത്ത് ഉസ്താദ് വടകരയിൽ ഒരു ആദർശ സംവാദത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ ആവശ്യമായ നോട്ടുകൾ കയ്യിലെടുത്തിട്ടുണ്ടോ എന്ന് സഹപ്രവർത്തകർ ചോദിച്ചപ്പോൾ അക്കാലത്ത് താരതമ്യേനെ സമൃദ്ധമായ ഒരു ലൈബ്രറി ആയിരുന്ന വാഴക്കാട്ട് ദാറുൽ ഉലൂമിന്റെ കുതുബ് ഖാനയിലേക്ക് വിരൽ ചൂണ്ടി, ഈ കാണുന്ന കിതാബുകളെല്ലാം അഹമ്മദിന്റെ നെഞ്ചിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വിനയത്തോടെ വിളംബരം ചെയ്ത മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദ. സബ് എഡിറ്റർ എന്ന വാക്ക് കേട്ടപ്പോൾ ഔപചാരികമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടാൻ അവസരം നിഷേധിക്കപ്പെട്ടിരുന്ന കണ്ണിയത്ത് ഉസ്താദ് അന്നത്തെ സമരങ്ങളുടെയും പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും നടുവിൽ അതിനവസരം കിട്ടാതെ പോയ കണ്ണിയത്ത് ഉസ്താദ്, ഈ വാക്ക് അദ്ദേഹത്തിന് പുതിയ ഒരു വാക്കായിരുന്നു. സബ് എഡിറ്റർ എന്ന വാക്ക് ആദ്യമായി കേൾക്കുകയായിരുന്നു. ഉസ്താദ് ആ വാക്കിൽ ചാടി വീണു. എന്താണ് അതിന്റെ അർത്ഥം? CK താനൂർ അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്തു. ഒരു പത്രമാകുമ്പോൾ അതിന് ചീഫ് എഡിറ്റർ കാണും, മുഖ്യ പത്രാധിപരുണ്ടാകും, എഡിറ്റർമാരുണ്ടാകും, പത്രാധിപരുണ്ടാവും. സബ് എഡിറ്റർ എന്ന് പറയുമ്പോൾ സഹപത്രാധിപരാണ്. ഓരോ വാക്കും അതിൻ്റെ അർത്ഥവും ആ സ്ഥാനത്തിരിക്കുന്നവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളും അവരുടെ പദവിയിലുള്ള ഏറ്റക്കുറച്ചിലുകളും വളരെ വ്യക്തമായി കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചു മനസ്സിലാക്കി. അന്ന് ആ സ്ഥാപനത്തിൽ പഠിച്ച് പിന്നീട് വലിയ പണ്ഡിതനായി മാറിയ അദ്ദേഹത്തിന്റെ ശിഷ്യൻ കണ്ണിയത്ത് ഉസ്താദിനെ അനുസ്മരിച്ചുകൊണ്ട് എഴുതിയ ലേഖനത്തിലെ വരികളാണ്. CK താനൂർ കണ്ണിയത്ത് ഉസ്താദിന്റെ റൂം വിട്ട് പുറത്തു പോയപ്പോൾ അന്ന് രാവിലെ ഓതിത്തന്ന പാഠഭാഗത്തിലെ ഒരു സംശയം തീർക്കാനായി ഞാൻ ഉസ്താദിന്റെ റൂമിൽ ചെല്ലുമ്പോൾ കാണുന്നത്
പരീക്ഷയുടെ തലേന്നാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ട് വളരെ വെപ്രാളപ്പെട്ടുകൊണ്ട് പഠിക്കുന്ന ഒരു കൊച്ചു വിദ്യാർത്ഥിയെ പോലെ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ആ റൂമിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ചീഫ് എഡിറ്റർ, മുഖ്യ പത്രാധിപർ, എഡിറ്റർ, പത്രാധിപർ, സബ് എഡിറ്റർ, സഹപത്രാധിപർ, ഓരോ ഇംഗ്ലീഷ് വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും ഒരു കൊച്ചു വിദ്യാർത്ഥിയെ പോലെ ആവേശത്തോടുകൂടെ ചൊല്ലി പഠിക്കുന്ന മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. ആ കണ്ണിയത്ത് ഉസ്താദ് ശിലയിട്ട ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മുസ്ലിം ലോകത്തിന് നൽകുന്ന സന്ദേശം പ്രതീക്ഷയുടേതു മാത്രമാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ചെറിയ കാര്യങ്ങളല്ല. ഒരു കാലത്ത് വൈജ്ഞാനിക മേഖലയിൽ ഹിമാലയത്തോളം ഉയർന്നു നിന്ന ഒരു സമൂഹമായിരുന്നില്ലേ നാം? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ പോലെ, ഫസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ പോലെ, അഫലം യസീറു ഫിൽ അർളി ഫതകൂന ലഹും ഖുലൂബു യഅഖിലൂന ബിഹാ പോലെ ആയിരക്കണക്കായ ആയത്തുകളിലൂടെ, അനവധി നിരവധിയായ സൂക്തങ്ങളിലൂടെ പരിശുദ്ധ ഖുർആൻ മാനവ സമൂഹത്തെ മാടി മാടി വിളിച്ചത് എവിടേക്കാണ്? വിജ്ഞാനത്തിൻ്റെ വായനയുടെ വിഹായസിലേക്ക്, അറിവിൻ്റെ ആകാശങ്ങളിലേക്ക്, അന്വേഷണത്തിൻ്റെ അനന്തമായ തലങ്ങളിലേക്ക്. നോളജ് ഈസ് പവർ, വിജ്ഞാനമാണ് ശക്തി എന്ന ആശയം നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരാശയമാണ്. അത് മുസ്ലിം സമൂഹം ഉൾക്കൊണ്ടതുപോലെ വേറെ ഒരു സമൂഹവും ചരിത്രത്തിൽ ഉൾക്കൊണ്ടിട്ടില്ല. ഇൽമിനെ ഇതുപോലെ സ്നേഹിച്ച, ഇതുപോലെ വിജ്ഞാനത്തെ നെഞ്ചേറ്റി നടന്ന ഒരു ഉമ്മത്ത് ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. ആ ഉമ്മത്താണ് ഏറ്റവും വലിയ ഔന്നത്യത്തിൽ നിന്ന് അജ്ഞതയുടെ കൊക്കയിലേക്കെന്ന പോലെ താഴെ പതിച്ചു പോയത്. എങ്ങനെയെങ്കിലും തങ്ങളുടെ പൂർവിക പ്രതാപത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ഈ സമൂഹം ആഗ്രഹിക്കുന്നത് സ്വാഭാവികമല്ലേ? ലോകം മുഴുവനും കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അന്ത്യത്തിലും ഈ നൂറ്റാണ്ടിലുമായി നടന്നുകൊണ്ടിരിക്കുന്നത് ആ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങളാണ്. മലേഷ്യയിലും ഇന്തോനേഷ്യയിലുമൊക്കെ സയ്യിദ് മുഹമ്മദ് നഖീബുൽ അത്താസിനെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരും ചിന്തകന്മാരും ഇസ്ലാമൈസേഷൻ ഓഫ് നോളജ് അടക്കമുള്ള വലിയ തത്വ ചിന്താപരമായ വിപ്ലവങ്ങൾ തീർക്കുന്നത് ഈ ഒരു നീയത്തോടുകൂടെയാണ്. അവിടെയാണ് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മുസ്ലിം ലോകത്തിന്റെ മുന്നിൽ പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ വലിയ ഒരു വഴി വെളിച്ചമായി നിറഞ്ഞു നിൽക്കുന്നത്. ഷാമഗം ലേക്കിൻ ഖബർ ദേത്തി ഹേ സുബഹ് ഉമ്മീദ് കി. കാണുമ്പോൾ ഇരുട്ടായിരിക്കാം, അന്ധകാരമെന്ന് തോന്നിയേക്കാം, പക്ഷേ ഇനിയും നമ്മുടെ മുമ്പിൽ വെളിച്ചത്തിന്റെ ഭാസുരമായ ഒരു ഭാവിയുണ്ട് എന്ന് ദാറുൽ ഹുദ മുസ്ലിം ലോകത്തിന് പ്രതീക്ഷ നൽകുകയാണ്. അതേസമയം ദാറുൽ ഹുദ സംവിധാനങ്ങളെ കാണാതെ, ഇതിന്റെ ഓഫ് ക്യാമ്പസുകൾ കാണാതെ, ഇതിന്റെ സഹസ്ഥാപനങ്ങൾ കാണാതെ, ഇതിന് നേതൃത്വം നൽകുന്ന ആത്മാർത്ഥതയുടെ ആൾ രൂപങ്ങളായ മഹാന്മാരായ ദാറുൽ ഹുദയുടെ സാദാത്തിനെയോ സാരഥികളെയോ അറിയാതെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ദീനീ ദഅവത്തിന്റെ മേഖലയിൽ ത്യാഗോജ്വലമായ പാതകളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ അഭിമാന സന്തതികളെ കാണാതെ, വാട്സപ്പിലും സോഷ്യൽ മീഡിയ വാളുകളിലും മിന്നിമറയുന്ന ചില അസൂയയും കുശുമ്പും കുന്നായ്മയും മാത്രം നിറഞ്ഞു നിൽക്കുന്ന വാക്കുകൾ വായിച്ച്, അങ്ങനെയുള്ള വീഡിയോകളും മെസ്സേജുകളും മാത്രം വീക്ഷിച്ചും വിലയിരുത്തിയും ദാറുൽ ഹുദയെ വെറുക്കുന്നവരോ വിമർശിക്കുന്നവരോ തെറ്റിദ്ധരിക്കുന്നവരോ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നവരോ ഉണ്ടെന്നു വരാം. അങ്ങനെയുള്ളവരോട് നമുക്ക് പറയാനുള്ളത് റോബർട്ട് ഫ്രോസ്റ്റിന്റെ പഴയ ആ വരികളാണ്. The woods are lovely, dark and deep, but I have promises to keep and miles to go before I sleep. അതായത് വാട്സാപ്പിലും അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും നമ്മുടെ മുമ്പിൽ വെച്ചു നീട്ടുന്ന ഫിത്നയുടെ, ഫസാദിന്റെ, അസൂയയുടെ, കുശുമ്പിന്റെ, വേണ്ടാത്തരങ്ങളുടെ ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന ലോകമുണ്ട്.
പക്ഷേ ആ ലോകത്തിൽ കയറി അഭിരമിക്കാൻ ദാറുൽ ഹുദയോ അതിൻ്റെ സാരഥികളോ സന്തതികളോ തൽക്കാലം താല്പര്യപ്പെടുന്നില്ല. അതിനു ഞങ്ങൾക്ക് മനസ്സില്ല, അതിനിവിടെ സമയമില്ല എന്നുള്ളതാണ്. കാരണം ചെയ്തു തീർക്കാൻ 100 ഉത്തരവാദിത്തങ്ങൾ, 100 മഹാദൗത്യങ്ങൾ ബഹുമാനപ്പെട്ട ദാറുൽ ഹുദയുടെ മുന്നിലുണ്ട്. ലോകത്തിലേക്ക് നമ്മൾ കണ്ണോടിച്ചു നോക്കിയാൽ അറിവിൻ്റെ ആത്മീയതയുടെ ആദ്യ പാഠങ്ങൾക്ക് വേണ്ടി കാതോർത്തിരിക്കുന്ന, വിജ്ഞാനത്തിൻ്റെ ഒരു വെളിച്ച കീറിനു വേണ്ടി വേഴാമ്പലിനെ പോലെ വാപ്പൊളിച്ചു നിൽക്കുന്ന ആയിരക്കണക്കായ ആബാലവൃദ്ധം ജനങ്ങൾ ആഫ്രിക്കയിലും ഏഷ്യയിലും ആസ്ട്രേലിയയിലും അമേരിക്കയിലും യൂറോപ്പിലും ലോകത്തിൻ്റെ മുക്കുമൂലകളിലും എവിടെയും നമുക്ക് കാണാൻ കഴിയും. അറിവിനും ആത്മീയതക്കും വേണ്ടി ദാഹിക്കുന്ന ആ അവസാനത്തെ മനുഷ്യൻ്റെയും ഹൃദയത്തിലേക്ക് പരിശുദ്ധമായ ദീനിൻ്റെ, സുന്നത്ത് ജമാഅത്തിൻ്റെ, നറുവിജ്ഞാനത്തിൻ്റെ ഈ പ്രഭയും പ്രകാശവും എത്തിച്ചു കൊടുക്കുന്നതുവരെ ദാറുൽ ഹുദക്ക് വിശ്രമിക്കാൻ സമയമില്ല. മറ്റൊന്നിലേക്കും മനസ്സ് കൊടുക്കാൻ നമുക്ക് താല്പര്യമില്ല. യഥാർത്ഥത്തിൽ അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്ന നയം എത്ര ബാലിശമായ ഒരു നയമാണ്. കേരളം പോലെ ശാന്തിയും സമാധാനവും സ്നേഹവും സമൃദ്ധിയും വിളയാടുന്ന ഈ ഒരു സ്വർഗഭൂമിയിൽ ജീവിക്കുന്ന 2025 ജീവിക്കുന്ന ഒരു പണ്ഡിതൻ സ്വാഭാവികമായും അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്? കാരണം നമുക്കിവിടെ വിദ്യാഭ്യാസമുണ്ട്, നമുക്കിവിടെ ഒരുപാട് തൊഴിലുകളുണ്ട്, നാം ഒരുപാട് സമ്പാദിക്കുന്നു, സർവ്വ സൗഭാഗ്യങ്ങളും നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ സുരക്ഷിതരാണ്, നമ്മൾ സന്തുഷ്ടരാണ്. ഇനി മറ്റുള്ളവരുടെ കാര്യം നാം എന്തിനറിയണം, നാം എന്തിനു നോക്കണം, നാം എന്തിന് അതിനെക്കുറിച്ച് ഓർത്ത് വേപതുപ്പെടണം എന്ന് ചിന്തിക്കുന്നത് ഒരു യഥാർത്ഥ വിശ്വാസിക്കോ ഒരു പണ്ഡിതനോ ചേർന്ന നയമല്ലല്ലോ. തന്നാൽ കരയേറേണ്ടവരെത്ര പേരോ താഴത്തു പാഴ്ചേറിലമർന്നിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം എന്ന കവിയുടെ വാക്കുകൾ എത്ര പ്രസക്തമാണ്. മറ്റുള്ളവരുടെ വേദനകൾ കാണാതെ പോകുന്നത്, സ്വന്തം വേദന നാളെ തേടി വരുമ്പോൾ നമ്മെ കണ്ട് ആളുകൾ ചിരിക്കുന്ന ദുരവസ്ഥ മാത്രമേ വരുത്തൂ എന്നതിന് ഇന്നും ഇന്നലെയുമായി സാക്ഷ്യങ്ങൾ ആഗോളതലത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയെ ഉലച്ച അഗ്നിച്ചുഴലിക്കാറ്റിൻ്റെ ദൃശ്യങ്ങളും സന്ദേശങ്ങളുമാണ് നമ്മുടെ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. കത്തിക്കരിഞ്ഞുപോയ കാലിഫോർണിയയുടെ ചാരമാണ് ലോകം ഇന്ന് ഭീതിയോടുകൂടെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുമ്പോൾ അത് വയനാട്ടിലെ മുണ്ടക്കൈയിലോ ചൂരൽമലയിലോ ആണെങ്കിലും, അത് ജപ്പാനിലോ ചൈനയിലോ ആണെങ്കിലും, അത് കാലിഫോർണിയയിലോ ലോസ് ആഞ്ചൽസിലോ ലോകത്തിൻ്റെ ഏതു ഭാഗത്താണെങ്കിലും പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ട് വിറങ്ങലിച്ചു നിൽക്കുന്ന സഹോദരീ സഹോദരന്മാരെ കാണുമ്പോൾ അവരുടെ വിഷമത്തോടൊപ്പം നിൽക്കുവാൻ, അവരെ സമാധാനിപ്പിക്കുവാൻ, സാധ്യമാകുന്ന തരത്തിലുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുവാൻ, അവർക്ക് എത്രയും വേഗം ഇതിൽ നിന്നെല്ലാം മോചനമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ, അതിനു മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. പക്ഷേ വിചിത്രം എന്ന് പറയട്ടെ, കാലിഫോർണിയ കത്തിയെരിയുമ്പോൾ തൻ്റെ വീടും കാറും സ്വത്തും സർവസ്വവും നഷ്ടപ്പെട്ടു പോയി എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ജെയിംസ് വുഡ്സ് വിലപിക്കുമ്പോൾ, അദ്ദേഹം കരയുമ്പോൾ കൂടെ കരയാൻ ആരുമുണ്ടായില്ല. എന്തേ? ജെയിംസ് വുഡ്സും ഒരു മനുഷ്യനല്ലേ? അതെ, അദ്ദേഹം ഒരു മനുഷ്യനാണ്, ആകൃതിയിൽ ഒരു മനുഷ്യനാണ്. പക്ഷേ പ്രകൃതിയിലും പ്രവൃത്തിയിലും ഒരു മനുഷ്യനാണെന്ന് താനെന്ന് തെളിയിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. പലസ്തീനിന്റെ മണ്ണിൽ, ഗസയുടെ മണ്ണിൽ 64,000-ഓളം വരുന്ന നിരപരാധികളുടെ ജീവൻ ഹോമിക്കപ്പെടുമ്പോൾ ദിൽ മാംഗേ മോർ എന്ന ഭാവത്തോടുകൂടെ പോരാ, ഇനിയും അവിടേക്ക് മിസൈലുകൾ അയക്കണം, ഇനിയും അവിടേക്ക് ബോംബുകൾ വർഷിക്കണം, നമുക്ക് വിശ്രമിക്കാൻ സമയമായിട്ടില്ല. ഗസയിലെ അവസാനത്തെ മനുഷ്യനെയും കൊന്നു തള്ളുന്നതുവരെ ഇസ്രായേൽ വിശ്രമിക്കരുത് എന്ന് പോസ്റ്റിട്ടയാൾ, ഗസയെ നരകമാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ട്രംപിനോടാണ് എനിക്ക് ആരാധന. അവിടെ വെടിനിർത്തൽ സമാധാന കരാറുമായി രംഗത്തു വരുന്ന
ബൈഡൻ ഒരു പെപ്പറ്റാണ്, പാവയാണ്, ആ പാവയോട് എനിക്ക് പരമപുച്ഛമാണെന്ന് പ്രഖ്യാപിക്കുന്ന മറ്റുള്ളവന്റെ ആർത്തനാദങ്ങൾ, പലസ്തീനിന്റെ ദീനരോധനങ്ങൾ കേട്ട് ആർത്തു ചിരിച്ച ജെയിംസ് വുഡ്സിനെ ഒരു മനുഷ്യനായി അംഗീകരിക്കാൻ ഇന്ന് ലോക മനസാക്ഷി മടിക്കുന്നു. നിനക്കങ്ങനെ തന്നെ വേണമെന്ന് വിളിച്ചു പറയാൻ ആളുകൾ തയ്യാറാവുന്നു. ഇത് കേരളം എന്ന് പറയുന്ന ഏറ്റവും സൗഭാഗ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഇൽമിന്റെ ഈ സ്വർഗഭൂമിയിൽ ജീവിക്കുന്ന പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്ത ബോധം വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ ഇതാ ഈ വേദിയിലും പരിസരങ്ങളിലുമായി ബഹുമാനപ്പെട്ട KM സൈദലവി ഹാജിയെ പോലെ നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാർ ദാറുൽ ഹുദാക്ക് വേണ്ടി അർത്ഥവും ആയുസ്സും സമർപ്പിച്ച, തങ്ങളുടെ സ്വത്തും മുതലും സർവസ്വവും സമർപ്പിച്ച മഹാന്മാരായ നമ്മുടെ നിരന്നിരിക്കുകയാണ്. വിശേഷിച്ചു വന്യരായ നമ്മുടെ എല്ലാമായ ഡോക്ടർ ബഹാവുദ്ദീൻ ഉസ്താദ് തവ്വലല്ലാഹു ഉംറ മഅ മസീദി സിഹത്തി വൽ ആഫിയ, നിഷ്കളങ്കതയുടെ, സത്യസന്ധതയുടെ, ആത്മാർത്ഥതയുടെ, ആദർശധീരതയുടെ, ഭൗതിക പരിത്യാഗത്തിന്റെ, കൃത്യനിഷ്ഠയുടെ, കർമ്മകുശലതയുടെ ജീവിക്കുന്ന ഒരു മഹാമാതൃക പോലെ നമ്മോടൊപ്പമുള്ള, നമ്മെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുന്ന വന്യരായ ബഹാവുദ്ദീൻ ഉസ്താദ് പ്രതിസന്ധികളുടെ തിരമാലകൾ ആഞ്ഞടിച്ചു വന്നപ്പോൾ, പർവ്വത സമാനമായ മോജകൾ നമ്മെ തേടി വന്നപ്പോൾ നമ്മൾ ഒന്നേ ചോദിച്ചുള്ളൂ, വഹൽ ഫതം ഫീകും ഫമാ ഖില്ലുല്ലനാ വറജുലും മിനൽ കിറാമി ഇൻദനാ. നെഞ്ചുവിരിച്ച് ആത്മവിശ്വാസത്തോടുകൂടെ അങ്ങനെ ചോദിക്കാൻ മാത്രം ജീവിത വിശുദ്ധി കൊണ്ട് നമുക്ക് ആത്മപ്രചോദനം നൽകിയ ചൈതന്യധന്യമായ ഒരു മഹത് ജീവിതം. അറബിക് കലണ്ടറിലെ മനോഹരമായ 40 വർഷങ്ങൾ ദാറുൽ ഹുദ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയമല്ലേ ഇത്? ഈ 40 വർഷത്തിനുള്ളിൽ ആയിരക്കണക്കായ ഹുദവി പണ്ഡിതന്മാർ ഈ മഹത്തായ ക്യാമ്പസിൽ നിന്ന് പഠനം പൂർത്തീകരിച്ച് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ സമുദായ സേവനത്തിന് വേണ്ടി ഇറങ്ങിപ്പോയില്ലേ? ആ ഹുദവി പണ്ഡിതന്മാരിൽ ഏതൊരാളെ വിളിച്ചുകൊണ്ടും നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക, ഈ 40 കൊല്ലത്തിനിടയിൽ ഏതെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പ്രത്യേകിച്ച് ഒരു ജോലിയും എടുക്കാതെ, ഒരു നന്മയുടെയും ഭാഗമാവാതെ വെറുതെ കളിച്ചും ചിരിച്ചും രസിച്ചും ഇരിക്കുന്ന ഒരു ബഹാവുദ്ദീൻ ഉസ്താദിനെ നിങ്ങൾ ആരെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് പോലും കാണാൻ കഴിയില്ല. നിറ കണ്ണുകളോടുകൂടെ മുഴുവൻ ഹുദവി സുഹൃത്തുക്കളും സമ്മതിക്കുന്ന ഒരു കാര്യം അനുഭവിക്കുകയാണ്. 24 മണിക്കൂറും 7 ദിവസവും 12 മാസവും എന്ന് പറയുന്നത് പോലെ നിരന്തരമായി ദാറുൽ ഹുദയുടെ ഭാവിയെ സംബന്ധിച്ച്, ദീനീ ദഅവത്തിന്റെ വ്യാപനത്തെ സംബന്ധിച്ച്, ഉമ്മത്തിന്റെ ഉത്ഥാനത്തെ സംബന്ധിച്ച്, ഇൽമിന്റെ മുതഅല്ലിമീങ്ങളുടെ ഭാസുരമായ ഭാവിയെക്കുറിച്ച് ഉണർന്ന് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യാത്ത, ഉറക്കെ ശബ്ദിക്കുകയും എഴുതുകയും ചെയ്യാത്ത, നിരന്തരമായി ചലിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യാത്ത ഒരു ഉസ്താദിനെ നമ്മൾ ഈ 40 കൊല്ലത്തിനിടയിൽ കണ്ടിട്ടില്ല. ദയാലുവായ റബ്ബേ, ആ സാന്നിധ്യത്തിന്റെ തണലും തണുപ്പും, ആ പ്രതിഭാവിലാസത്തിന്റെ പ്രഭയും പ്രകാശവും ഒത്തിരി നാൾ ഇനിയും അറിഞ്ഞനുഭവിക്കാനും ആസ്വദിക്കാനും ദാറുൽ ഹുദാക്കും മുസ്ലിം ഉമ്മത്തിനും ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണമേ തമ്പുരാനെ. അതുപോലെ ദാറുൽ ഹുദായിലും ഇതിന്റെ ഓഫ് ക്യാമ്പസുകളിലും സഹസ്ഥാപനങ്ങളിലുമൊക്കെ നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്ന ഉസ്താദുമാർ നമുക്കറിയാം. ലോകത്തിന് എവിടെ ചെന്നാലും, ആത്മീയ മേഖലയിലാവട്ടെ, അക്കാദമിക തലങ്ങളിലാവട്ടെ, ബിസിനസ് ഭൂമികകളിലാവട്ടെ, സർക്കാർ സംവിധാനങ്ങളിലാവട്ടെ, എവിടെ ചെന്നാലും ഹുദവി എന്ന് പറയുന്നത് എല്ലാവരാലും സ്നേഹിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന, അംഗീകരിക്കപ്പെടുന്ന ഒരു പദവിയാണ്. എത്രയോ വലിയ ഔന്നിത്യങ്ങളിലേക്ക് ഉയർന്നുപോയ ഹുദവി പണ്ഡിതന്മാരായ പ്രതിഭകളുണ്ട്. പക്ഷെ അവരോടൊക്കെ ചോദിച്ചാൽ പറയും, ഹുദവിയത്തി ഹുവിയത്തി, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ അസ്തിത്വം എന്ന് പറയുന്നത് ഒരു ഹുദവി എന്ന മേൽവിലാസം തന്നെയാണ്. അതിനേക്കാൾ മികച്ചൊരു മേൽവിലാസമില്ല, അതിനേക്കാൾ മികച്ചൊരു അഡ്രസ് ഞങ്ങൾക്ക് കിട്ടാനില്ല. എന്തുകൊണ്ട്?
ഞങ്ങൾ പറയുന്നത് ഇത് ഹുദവികളുടെ മഹത്വമല്ല. ലോകം നൽകുന്ന ഈ സ്നേഹം, ലോകം നൽകുന്ന ഈ ആദരം, ലോകം തരുന്ന ഈ അംഗീകാരം അത് ഹുദവികളുടെ മഹത്വമല്ല. നമ്മെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്ത, തല്ലിയും തലോടിയും സ്നേഹിച്ചും ശാസിച്ചും നമ്മോടൊപ്പം നടന്ന മഹാരഥന്മാരായ നമ്മുടെ ഉസ്താദുമാരുടെ മഹത്വമാണ്, വന്ദ്യരായ ഗുരുവര്യരുടെ മഹത്വമാണ്, അധ്യാപക ശ്രേഷ്ഠരുടെ മഹത്വമാണ്. ഭാരതീയ ശ്ലോകങ്ങളിൽ പറയും, അമന്ത്രമക്ഷരം നാസ്തി, നാസ്തി മൂലമനൗഷധം, അയോഗ്യ പുരുഷോ നാസ്തി, യോജകസ്തത്ര ദുർലഭ. മന്ത്രഗുണമില്ലാത്ത അക്ഷരങ്ങളില്ല എന്ന പോലെ, ഔഷധവീര്യമില്ലാത്ത ഒരു വേര് പോലും ലോകത്തില്ല എന്ന പോലെ, ഒരു കഴിവുമില്ലാത്ത, പ്രതിഭയുടെ മിന്നലാട്ടമില്ലാത്ത, അറിവിൻ്റെ അനന്തമായ സാധ്യതകൾ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തില്ല. എല്ലാവരുടെ ഉള്ളിലും കഴിവിൻ്റെ, പ്രതിഭയുടെ വലിയ താരകങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ലോകത്ത് ജീവിക്കുന്ന അധികം ആളുകൾക്കും തങ്ങളുടെ ഉള്ളിലുള്ള ഈ പ്രതിഭയെ കണ്ടെത്താൻ കഴിയുന്നില്ല? അത് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാനാവുന്നില്ല. അങ്ങനെ സമൂഹത്തിന്റെ അംഗീകാരം നേടിയെടുക്കുവാൻ, അള്ളാഹുവിന്റെ പ്രീതിയിലേക്ക് അടുക്കുവാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഏറ്റവും നല്ല ഉസ്താദുമാരുടെ അരികിൽ വന്നിരിക്കാൻ അവർക്ക് ഭാഗ്യമുണ്ടായില്ല എന്നു മാത്രമാണ് അതിന്റെ ഉത്തരം. അവിടെയാണ് ദാറുൽ ഹുദയും അതിൻ്റെ ഓഫ് ക്യാമ്പസുകളും സഹസ്ഥാപനങ്ങളും വ്യതിരിക്തമാകുന്നത്. എത്രയെത്രയോ മഹാരഥന്മാരായ ഗുരുവര്യന്മാരുടെ സാമീപ്യവും സമ്പർക്കവും, അവരുടെ സ്നേഹവും ലാളനയും, അവരുടെ ശാസനയും ശിക്ഷണവും വേണ്ടുവോളം ഏറ്റുവാങ്ങാൻ സൗഭാഗ്യമുണ്ടായതാണ്. ലോകം ഇന്ന് നൽകുന്ന ഈ അംഗീകാരത്തിന്റെ രഹസ്യം എന്ന് വിനയപൂർവ്വം നാം മനസ്സിലാക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഉസ്താദുമാർക്ക്, വന്ദ്യരായ ബഹാവുദ്ദീൻ ഉസ്താദ് അടക്കമുള്ള നൂറുകണക്കായ നമ്മുടെ ഗുരുവരേണ്യന്മാർക്ക് ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അവരുടെ ഇൽമിലും അമലിലും ഹയാത്ത് ഖിദ്മാത്തിലും ഖൈർ ബറകാത്ത് അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കട്ടെ. ദാറുൽ ഹുദയുടെ ശില്പികളായ, അതായത് നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അഭിമാനകരമായ ഈ ജീവിതത്തിൻ്റെയും അസ്തിത്വത്തിൻ്റെയും തന്നെ ശില്പികളായ മൗലാനൽ മർഹൂം എം ബഷീർ ഉസ്താദ്, ഷെയ്ഖുനാ സി.എച്ച്. ഉസ്താദ്, നമ്മുടെ ഈ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന, ഒരുപക്ഷേ ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യവാനായ ഡോക്ടർ യു ബാപ്പുട്ടി ഹാജി, അതോടൊപ്പം തന്നെ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ഏറ്റവും ഒടുവിൽ പറയുന്നത്, ഏറ്റവും മഹത്വമുള്ളത് കൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃതവും സൗഭാഗ്യവും സാഫല്യവുമായിട്ടുള്ള വന്ദ്യരായ ശൈഖുനൽ മർഹൂം ചെറുശ്ശേരി ഉസ്താദ് നവ്വറല്ലാഹു മറാഖിദഹും തഗമ്മദഹുമുല്ലാഹു ബിവാസിഇ റഹ്മതി വഅലാഖഹും ബർദ അഫ്വി വഹലാവത മഗ്ഫിറതി. ഉടയ തമ്പുരാൻ, ദയാലുവായ റബ്ബ്, അവരുടെ ഉഖ്റവിയായ ദറജകൾ, സ്വർഗീയമായ സൗഭാഗ്യങ്ങൾ അനുനിമിഷം ഉയർത്തിക്കൊടുക്കട്ടെ. ദുനിയാവിൽ അവരോടൊപ്പം നടന്നതുപോലെ നാളെ ജന്നാത്തുൻ നഈമിലും അവരോടൊപ്പം സഹസഞ്ചാരം ചെയ്യുവാൻ അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന ഹൃദയ നൊമ്പര പ്രാർത്ഥനയോടുകൂടെ എനിക്ക് അനുവദിക്കപ്പെട്ട സമയം അവസാനിച്ചതുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾക്ക് വിരാമമിടുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.